പിന്നാണെങ്കിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ BJP-കാരും കുറേ ഇത് പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ പ്രസിഡന്റ് ഒന്നുമല്ല, ആദ്യത്തെ മന്ത്രി പ്രധാനമന്ത്രി അല്ല, അവസാനത്തെ വൈസ്രോയി ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ പല തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് BJP-ക്ക്. അതായത് BJP-കാർ പറയുന്നത് 6 പതിറ്റാണ്ട് മുമ്പ് മരിച്ച ജവഹർലാൽ നെഹ്റു ആണെന്നാണ് അതായത് അവരുടെ ശത്രു, അവരുടെ പ്രധാന എതിരാളി നമ്മുടെ ചാച്ചാജിയാണെന്നാണ് BJP-കാർ പറയുന്നത്. പ്രധാന കാരണം ഒരു സെക്യുലറിസ്റ്റ് ആയിരുന്നു എന്നതാണ്. സെക്യുലറിസത്തെ മതനിരപേക്ഷം എന്ന നിർവചനത്തിനപ്പുറം ലോകൈകം, ഏകോദര സഹോദര്യം എന്ന വിശാല നിലപാടിൽ നെഹ്റു കണ്ടിരുന്നു. RSS ആകട്ടെ പതിവ് പോലെ നേരിട്ടുള്ള ആശയ സമ്പാദനത്തിന് മുതിരാതെ ഇന്ത്യയിലുണ്ടായതും നിലനിൽക്കുന്നതുമായ എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി നെഹ്റുവാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇന്ത്യ വിഭജനം, പാകിസ്ഥാൻ പ്രശ്നം, ചൈനയുമായുള്ള സംഘർഷം, കശ്മീർ പ്രതിസന്ധി, കാർഷിക മുരടിപ്പ്, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം എന്നിങ്ങനെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നെഹ്റു ആണെന്നാണ് BJP-കാർ പ്രചരിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, BJP-യുടെ നിയന്ത്രണത്തിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേര് തന്നെ ഡിസ്മാൻറ്റലിംഗ് നെഹ്റു ദ ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ല, അവസാനത്തെ വൈസ്രോയി ആണെന്നാണ് പറയുന്നത്. ഇവയ്ക്കൊപ്പം രജനീകാന്ത് പുരാണൈ എന്നയാൾ നെഹ്റു ഫ്ലൈസ് 127 ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടേഴ്സ് എന്നൊരു ഗ്രന്ഥവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 97 വിഡ്ഢിത്തങ്ങളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇതിൽ 97 വിഡ്ഢിത്തങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതുതായിട്ട് 30 എണ്ണം കൂടി ചേർത്തിരിക്കുന്നു എന്നത് ഇതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പം ഈ BJP-കാർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്.